ഹലോ ഗൈസ്, ഇന്ന് മുതൽ നമ്മളൊരു ഡെയിലി വ്ളോഗ് സീരീസ് സ്റ്റാർട്ട് ചെയ്യണം. 100 ദിവസം ചലഞ്ചായിട്ടാണ് ഞാനിത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എത്ര ദിവസം ഉണ്ടാവും അറിയില്ല. നമ്മൾ കൺസിസ്റ്റൻസിയുടെ കാര്യത്തിൽ അടിപൊളിയായതുകൊണ്ട് ചിലപ്പോൾ നാളെ കണ്ടില്ലെങ്കിൽ ഒന്നും വിചാരിക്കരുത്. നമ്മൾ സെയിം ഓഫീസിൻ്റെ ബിൽഡിങ്ങിൽ തന്നെയാണ് താമസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ലിഫ്റ്റിലുള്ള കസർത്ത് മാത്രം. എന്നിട്ട് നേരെ കൊലീഗ്സിനൊക്കെ ഒന്ന് വിഷ് ചെയ്തതിന് ശേഷം ഓഫീസിലോട്ട് വർക്ക്സൊക്കെ ഒന്ന് ഒതുക്കിയതിന് ശേഷം പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇപ്പോൾ ഒന്ന് കുറച്ച് തടി ഉറക്കണം എന്നൊക്കെയുള്ള ഒരു ആഗ്രഹമുള്ളതുകൊണ്ട് ഗ്രനോൾസും ഗ്രീക്ക് യോഗേർട്സൊക്കെയാണ് നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പിന്നെ നേരെ അബുദാബി കോർണിഷിലോട്ട് ഓഫീസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വർക്കിന് വേണ്ടിയിട്ട് പുറത്തത്തെ കാഴ്ചകളൊക്കെ കണ്ടുപോകാൻ അടിപൊളിയാണ്. അത്ര ക്ലീനായിട്ടുള്ള ബീച്ചസും രസമുള്ളൊരു പരിപാടിയാണ് അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് ചൂടിൻ്റെ കാഠിന്യം മനസ്സിലായത്. നട്ടുച്ച 1 മണിക്കാണ് നമ്മൾ വർക്ക് കഴിഞ്ഞ് പുറത്തിറങ്ങി ടാക്സിലോട്ട് ഓടി കയറിയായിരുന്നു. അതുപോലത്തെ ക്ലൈമറ്റ് ആയിരുന്നു. തിരിച്ച് ഓഫീസിൽ എത്തുമ്പോഴത്തേനും ലഞ്ച് ബ്രേക്കായി. നേരെ മേലെ പോയി ലഞ്ച് ബ്രേക്ക് ഒരു ചെറിയ ക്വാണ്ടിറ്റിയിലുള്ള ഫുഡൊക്കെ കഴിച്ച് തടി കുറക്കാനുള്ളൊരു വൻ ശ്രമത്തിലാണ്. ഓഫീസൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ രാത്രി മാച്ച് ഡേ ആയിരുന്നു. എല്ലാവരും കൂടി കളിച്ചു. ഇത് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് നാട്ടിൽ നിന്ന് വന്ന ആഷിക്കിനെ സ്വീകരിച്ചാണ് അത് കാണുന്നത്. കളിയൊക്കെ ഒരു 1 hour 9 to 10 അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഓടിക്കളിച്ചു. എല്ലാവരും സൈഡ് ചെയ്ത് കാശ് കളക്ട് ചെയ്ത് നമ്മളെ ഖജാഞ്ചിയാണ്. ഇത് കഴിയുമ്പോഴത്തേനും എല്ലാവരുടെയും ഫാമിലീസൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ കളി തോറ്റവരും ജയിച്ചവരും തമ്മിലുള്ള വാദപ്രതിവാദവും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മത്സരിച്ച് ഊക്കലൊക്കെ കഴിഞ്ഞ് എല്ലാവരും കൂടി തൊട്ടടുത്തുള്ള ചാറ്റ് ജംഗ്ഷനിൽ പോയിട്ട് നമുക്ക് എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നേരെ നമ്മളെ ചാറ്റ് ജംഗ്ഷനിലോട്ട് വെച്ച് പിടിച്ച് അവിടെ പോയി ബേൽപൂരി, മസാലപ്പൂരി, ബോണ്ടപുരി എന്ന് പറഞ്ഞ കുറേ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്ത് പേരറിയാത്ത എന്തൊക്കെയോ ഓർഡർ ചെയ്ത് അതും ഇതൊക്കെ കൂടി എല്ലാവരും കുറച്ച് ക്വാണ്ടിറ്റി ആയിട്ട് അവിടുന്ന് ഇവിടുന്നൊക്കെ കഴിച്ച് അപ്പോഴും കളിയുടെ ഇടയിൽ സംഭവിച്ച കാര്യങ്ങളും അതേപോലെ ഓരോന്നും പറഞ്ഞ് മത്സരിച്ച് ഓരോരുത്തർ ഊക്കണ പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് വന്നിട്ടുള്ള ആഷിക്കിനെ വട്ടിട്ട് വെക്കുന്ന അതാണ് നമ്മളുടെ മെയിൻ കലാപരിപാടി. പക്ഷേ ആഷിക്ക് ഇടയ്ക്കിടയ്ക്ക് ഫോൺ ചെക്ക് ചെയ്യുന്നുണ്ട്. പിന്നെയാണ് മനസ്സിലായത് കുട്ടി ഉറങ്ങിയിട്ടുണ്ടോ എന്നുള്ള ചെക്കിങ് ആണെന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടി വട്ടിട്ട് എല്ലാവരെയും പച്ചിറച്ചി തിന്നതിൻ്റെ ശേഷം നമ്മൾ ഇന്നത്തെ പരിപാടി അവസാനിപ്പിക്കുകയാണ്. അപ്പം ഇങ്ങനെ തുടരാനാണ് പ്ലാൻ. സ്പോർട്സിൽ നിന്ന് അങ്ങനെ വലിയ സന്തോഷമൊന്നുമില്ല. സ്പോർട്സ് വ്ളോഗുകൾ സൈഡിലുണ്ടാവും. എന്നാലും നമ്മളുടെ ഡെയിലി വ്ളോഗായിട്ട് പോകാനുള്ള പ്ലാൻ ഇതാക്കണ്ട. ആഷിക്കിനെ നമ്മൾ കൈയോടെ പൊക്കണത്. അപ്പോൾ ശരി ഗൈസ്, അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ പരിപാടി. ഇങ്ങനെ തുടരാനാണ് താല്പര്യം. എല്ലാവരും നിങ്ങളെ കമൻസ് അറിയിക്കാം. ബൈ.